ഹലോ എവ്രി വൺ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ CA ഫൗണ്ടേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തു. ബാക്കി എന്താണെന്ന് നോക്കിയാലോ. ഈ വീഡിയോയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിന്റെ സെക്കൻഡ് ലെവലായ CA ഇന്റർമീഡിയറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. CA ഫൗണ്ടേഷൻ ക്വാളിഫൈ ചെയ്ത ഒരാൾക്കോ അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്കോ ആണ് ഇന്റർമീഡിയറ്റ് ലെവലിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫൗണ്ടേഷൻ എക്സാം എഴുതാതെ തന്നെ ഇന്റർമീഡിയറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ആർട്ട് ഗ്രൂപ്പാണ് നിങ്ങളുടെ ഡിഗ്രി സ്ട്രീമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് എൻട്രി, അതായത് ഡയറക്റ്റ്ലി ഇന്റർമീഡിയറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. നിങ്ങൾ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ ഇന്റർമീഡിയറ്റിലോട്ട് എൻ്റർ ചെയ്യണം. അല്ല, കൊമേഴ്സ് സ്ട്രീമിലാണ് നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ 55% മാർക്ക് നിങ്ങൾ സെക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റേജിലോട്ട് എൻട്രി ചെയ്യാം. സയൻസ് സ്ട്രീമിൽ നിന്നാണ് നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് 60% ഓർ മോർ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഡയറക്റ്റ്ലി ഇന്റർമീഡിയറ്റിലോട്ട് എൻറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. ഫൗണ്ടേഷൻ ലെവലിൽ നിങ്ങൾ അക്വയർ ചെയ്തിട്ടുള്ള നോളേജിനോടൊപ്പം അക്കൗണ്ടിംഗ്, ടാക്സ് കൂടാതെ ലോ സബ്ജക്റ്റുകളാണ് ഇന്റർമീഡിയറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഫൗണ്ടേഷൻ ആൻഡ് ഇന്റർമീഡിയറ്റ് പരീക്ഷ പാസ്സാവുന്നതോടെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സബ്ജക്റ്റുകളിലുള്ള നോളേജ് എൻഹാൻസ്ഡ് ആവും. അങ്ങനെയാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഇന്റർമീഡിയറ്റ് ലെവലിന്റെ എക്സാംസ് എങ്ങനെയാണ് നടക്കുന്നത് നോക്കിയാലോ. CA ഇന്റർമീഡിയറ്റിൽ 2 ഗ്രൂപ്പുകളിലായി 6 പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഗ്രൂപ്പ് 1-ൽ 3 പേപ്പറും ഗ്രൂപ്പ് 2-ൽ 3 പേപ്പറും. ഓരോ പേപ്പറും ക്വാളിഫൈ ചെയ്യാൻ 40 മാർക്കും. പക്ഷേ എല്ലാ പേപ്പറിലും 40 മാർക്ക് കിട്ടിയത് കൊണ്ട് മാത്രം നമ്മൾ ഒരു ഗ്രൂപ്പ് പാസ്സാവുകയില്ല. ആ ഗ്രൂപ്പ് പാസ്സാവാൻ നമ്മൾ 50% മാർക്ക് വാങ്ങിക്കണം. അതായത് ഒരു ഗ്രൂപ്പിൽ 3 പേപ്പർ ആണെങ്കിൽ ആ ഗ്രൂപ്പിലെ ഓരോ സബ്ജക്റ്റും പാസ്സാവാൻ ഓരോ പേപ്പറിലും 40 മാർക്കും, ആ ഗ്രൂപ്പ് മുഴുവനായിട്ട് പാസ്സാവാൻ ആ ഗ്രൂപ്പിൻ്റെ ടോട്ടലായ 300 മാർക്കിൻ്റെ 50% 150 മാർക്കും നമ്മൾ സെക്യൂർ ചെയ്യണം. ഇനി നിങ്ങൾ 2 ഗ്രൂപ്പും ഒരുമിച്ചാണ് എക്സാം എഴുതുന്നതെങ്കിൽ ഓരോ പേപ്പറിലും 40 മാർക്കും 2 ഗ്രൂപ്പും കൂടി 600-ൽ 300 മാർക്കും സെക്യൂർ ചെയ്താൽ മാത്രമേ ബോത്ത് ഗ്രൂപ്പ് നിങ്ങൾ ക്വാളിഫൈ ആവുകയുള്ളൂ. ഇങ്ങനെയൊരു ഗ്രൂപ്പ് സിസ്റ്റം ഉണ്ടെങ്കിലും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈമും പ്രിപ്പറേഷനെയും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ICAI ഒരു അടിപൊളി സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ്, നിങ്ങൾ ഒരു ഗ്രൂപ്പ് പാസ്സായില്ല, പക്ഷേ ഒരു പേപ്പറിൽ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റി. അതായത് 60 അതിൽ കൂടുതലോ മാർക്ക് നിങ്ങൾ ഒരു പേപ്പറിൽ സെക്യൂർ ചെയ്തു, പക്ഷേ ഗ്രൂപ്പ് പാസ്സാകാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ടോട്ടലി പാസ്സായില്ല. പക്ഷേ നിങ്ങൾക്ക് 60 മാർക്കിൽ കൂടുതൽ ഒരു പേപ്പറിൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ ICAI നിങ്ങളോട് പറയാണ്, അടുത്ത 3 അറ്റംപ്റ്റുകളിലോട്ട് നിങ്ങൾ ആ പേപ്പർ എഴുതേണ്ട ആവശ്യമില്ല. ഏത് പേപ്പറിലാണോ 60 അതിൽ കൂടുതലോ മാർക്ക് കിട്ടിയത് ആ പേപ്പർ അടുത്ത 3 അറ്റംപ്റ്റുകളിലേക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു സിനാരിയോ എടുക്കാം. ഈ 3 അറ്റംപ്റ്റുകൾ കഴിഞ്ഞിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല? ഗ്രൂപ്പ് പാസ്സാകാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ ICAI ഈസ് ഗിവിംഗ് another ഓപ്ഷൻ. ദാറ്റ് ഈസ്, ഈ 60 മാർക്കിൽ കൂടുതൽ കിട്ടിയ പേപ്പറിൻ്റെ എക്സംഷൻ നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങളുടെ CA ഇന്റർമീഡിയറ്റ് ജേണിയിൽ ആ പേപ്പർ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു ബെനിഫിറ്റ് കിട്ടാൻ ആ ഗ്രൂപ്പിലെ തന്നെ ബാക്കി 2 പേപ്പറിൽ നിങ്ങൾ 50% കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ട് വേണം പാസ്സാവാൻ. അങ്ങനെ ഒരു ഓപ്ഷനാണ് ICAI നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ICAIയുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ സബ്ജക്റ്റും 100 മാർക്കിൻ്റെ എക്സാം ആയിരിക്കും. അതിൽ 30% MCQവും 70% ഡിസ്ക്രിപ്റ്റീവ് എക്സാമും ആയിരിക്കും. സോ നിങ്ങൾ ഇന്റർമീഡിയറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ MCQ എഴുതാനും ഡിസ്ക്രിപ്റ്റീവ് ആൻസർ എഴുതാനുമായിരിക്കും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓരോ വർഷവും 3 സൈക്കിളിലായാണ് CA ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ നടക്കുന്നത്. ജാനുവരി, മെയ് ആൻഡ് സെപ്റ്റംബർ. പക്ഷേ ജാനുവരി എക്സാം എഴുതാനോ മെയ് എക്സാം എഴുതാനോ സെപ്റ്റംബർ എക്സാം എഴുതാനോ യു ഹാവ് ടു കംപ്ലീറ്റ് 8 months സ്റ്റഡി പീരിയഡ്. ദാറ്റ് ഈസ്, നിങ്ങൾ ജാനുവരി 2025 എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നിരിക്കട്ടെ,
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ICUമായിട്ടുള്ള CA ഇൻ്റർമീഡിയറ്റിൻ്റെ കോഴ്സ് രജിസ്ട്രേഷൻ 1 May 2024 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു 8 month സ്റ്റഡി പീരീഡ് കിട്ടുകയുള്ളൂ ഫോർ യുവർ ഇൻ്റർമീഡിയറ്റ് എക്സാമിനേഷൻ. വ്യത്യസ്തമായ 6 സബ്ജക്റ്റുകളാണ് CA ഇൻ്റർമീഡിയറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എക്സ്പേർട്ട് ട്രെയിനേഴ്സിൻ്റെയും പ്രൊഫഷണൽ ഫാക്കൽറ്റിയുടെയും സപ്പോർട്ട് വളരെ അനിവാര്യമാണ്. ആ ഒരു സപ്പോർട്ടാണ് IIC ലക്ഷ്യം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. രജിസ്ട്രേഷനും എക്സാമിനും ഇടയിലുള്ള പ്രോപ്പർ ടൈം പീരീഡിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടൈം ടേബിളും വീക്ക്ലി ആൻഡ് മന്ത്ലി എക്സാംസും എക്സ്പേർട്ട് ഗൈഡൻസുമാണ് IIC ലക്ഷ്യയിലെ സ്റ്റുഡൻസിനെ CA എക്സാംസിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ സഹായിക്കുന്നത്. കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളിലൂടെ യുവതലമുറയെ ഫിനാൻഷ്യൽ ലീഡേഴ്സ് ആക്കുക എന്ന മോട്ടീവുമായാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ CA കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. CA കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വി വിൽ ബി മോർ ഹാപ്പി ടു സോൾവ് യുവർ ഡൗട്ട്. കൂടുതൽ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളെക്കുറിച്ച് അറിയാൻ ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.